രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ചകൾ കൊഴുക്കുകയാണ്. ഔദ്യോഗികമായി ഒരു ചർച്ചയും തൽക്കാലം വേണ്ട എന്ന നിലപാടിലാണ് നേതൃത്വമെങ്കിലും പല കോണുകളിൽ നിന്നും പല പേരുകളാണ് ഉയർന്നു വരുന്നത്. എം ഹസൻ മുതൽ VT ബൽറാം വരെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിച്ച വേളയിൽ വയനാട് ഒഴിയുമെന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ MP ആയി തുടരുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. റായ്ബറേലിയിൽ തുടരണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെയും AICCയുടെയും അഭിപ്രായമെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് വയനാട്ടിൽ തുടരാനാണ് താൽപ്പര്യമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വയനാടിനോടുള്ള അദ്ദേഹത്തിന്റെ വൈകാരിക അടുപ്പം തന്നെയാണ് കാരണം. എന്നാൽ സന്തോഷകരമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു. രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ വയനാട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത മുഖപത്രം ഇന്ന് രംഗത്തെത്തി. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമസ്ത ആരോപണം ഉന്നയിച്ചത്. MA ഷാനവാസ് 2 തവണ വിജയിച്ച വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതോടെ മുസ്ലിം പ്രാതിനിധ്യം നഷ്ടപ്പെടുകയായിരുന്നു. ഇടതു പാർട്ടികളിലും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിങ്ങൾക്ക് അർഹമായ പരിഗണന നൽകിയില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള മൂന്നാമത്തെ രാജ്യമായ ഇന്ത്യയിലെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം ശബ്ദമില്ലാത്തതിനെയും സുപ്രഭാതം എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തി. ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് 20 കോടിയോളം വരുന്ന ജനതയെ മാറ്റി നിർത്തുന്നത് ആ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുകയെന്ന ബോധ്യം രാജ്യത്തെ നയിക്കുന്നവർക്കുണ്ടാകണമെന്നും കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ അനിവാര്യമാണെന്നും എഡിറ്റോറിയൽ നിർദ്ദേശിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പ്രതിനിധി പോലുമില്ലാതെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുന്നു. 30 ക്യാബിനറ്റ് മന്ത്രിമാരടക്കം 72 പേരാണ് മൂന്നാം മോദി മന്ത്രിസഭയിലുള്ളത് എന്നാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. BJPയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുഖപത്രം വിമർശിക്കുന്നത്. എന്നാൽ BJP മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായി അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 19 മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് നിർത്തിയത്. ഇതിൽ വിജയിച്ചത് 4 പേർ മാത്രമാണ്. തൃണമൂൽ കോൺഗ്രസ് നിർത്തിയത് 6 പേരെ. ഇതിൽ 4 പേർ വിജയിച്ചു. BSP മാത്രമാണ് 35 മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത്. SP നിർത്തിയത് 4 പേരെ മാത്രം. എന്നാൽ ഇതിൽ 4ഉം വിജയിച്ചു. കേരളത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭിച്ചില്ല. MA ഷാനവാസ് 2 തവണ വിജയിച്ച വയനാട് സീറ്റ് T സിദ്ദിഖിനാണ് നൽകിയിരുന്നതെങ്കിലും 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സിദ്ദിഖ് മാറി നിന്നു. ഇപ്പോൾ രാഹുൽ വയനാട് സീറ്റ് ഒഴിയാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്. ഇടതു പാർട്ടികളിലും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിങ്ങൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടില്ല. ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് 20 കോടിയോളം വരുന്ന ജനതയെ മാറ്റി നിർത്തുന്നത് ആ സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുകയെന്ന ബോധ്യം രാജ്യത്തെ നയിക്കുന്നവർക്കുണ്ടാകണം. ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ അനിവാര്യമാണെന്നും സമസ്ത വിമർശിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെയും K മുരളീധരന്റെയും പേരുകൾ ഉയരുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചാവണം സ്ഥാനാർത്ഥിയെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. 48% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ആ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമാണ്. മറ്റുള്ളവരെ പരിഗണിക്കുന്നത് സാമൂഹിക അനീതിയായി മാറുമെന്നും നിരീക്ഷണമുണ്ട്. 2009-ലും 2014-ലും MA ഷാനവാസ് ആയിരുന്നു 2019-ൽ T സിദ്ദിഖിനെ പ്രഖ്യാപിച്ചെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വഴിമാറി. ഇത്തവണ 24 മുസ്ലിം MPമാരാണുള്ളത്. 543 അംഗ ലോക്സഭയിൽ പ്രാതിനിധ്യം 4.4% മാത്രം. കോൺഗ്രസിൽ നിന്ന് 7 പേർ മാത്രമാണുള്ളത്. കേരളത്തിൽ 16 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വടകരയിൽ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇത് ഏറെ ചർച്ചയുമായിരുന്നു. വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നില്ല എങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളെ പരിഗണിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയതോടെ ഈ ചർച്ചകൾ അവസാനിപ്പിക്കുകയായിരുന്നു. 14 കോൺഗ്രസ് MPമാരുടെ സമുദായ പ്രാതിനിധ്യം പരിശോധിച്ചാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നാണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളെ നിർത്തി ഈ കുറവ് പരിഹരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. മലബാറിൽ 6 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. ഈ മണ്ഡലങ്ങളിൽ 6 MLAമാരാണ് കോൺഗ്രസിനുള്ളത്. 2 പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ പിഴവാണ് കോൺഗ്രസ് MLAമാരുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് നേരത്തെ വിലയിരുത്തപ്പെട്ടത്. കോൺഗ്രസ് വിജയിച്ച 6-ൽ 5 1 ലക്ഷത്തിന് മീതെയാണ് ഭൂരിപക്ഷം. ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ വിജയത്തിന്റെ പ്രധാന ഘടകം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കണക്കിലെടുത്തില്ല എങ്കിൽ വോട്ടിൽ ചോർച്ച ഉണ്ടാകും. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയരുന്ന ഘട്ടത്തിൽ
ചില കേന്ദ്രങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെയും കെ മുരളീധരന്റെയും പേരുകൾ ചർച്ചയാക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്ന അഭിപ്രായവും ശക്തമാണ്. മൂന്നാം മോദി മന്ത്രിസഭയിൽ ഇത്തവണ ആകെ 72 മന്ത്രിമാരാണ്. അതിൽ 30 മന്ത്രിമാരും മന്ത്രിസഭയുടെ ഭാഗമാണ്. ഇവരെ കൂടാതെ 5 മന്ത്രിമാർക്കും സ്വതന്ത്ര ചുമതല നൽകിയിട്ടുണ്ട്. അതേസമയം 36 എംപിമാർക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ വിഭജിച്ചിട്ടില്ല. ഇതിനിടെ മൂന്നാം മോദി സർക്കാരിൽ എത്ര ന്യൂനപക്ഷ മന്ത്രിമാരുണ്ടെന്ന ചർച്ചയും സജീവമാണ്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുന്ന 5 നേതാക്കളെ ഈ പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഒരു മുസ്ലിം നേതാവും ഈ സർക്കാരിൽ ഇടം നേടിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതിനെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ സുധാകരനടക്കം പല പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിരുന്നു. എല്ലാവർക്കും പ്രാതിനിധ്യമെന്നത് ജനാധിപത്യ സംവിധാനത്തിൽ പൊതുവായ കാര്യമാണെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അതേസമയം വയനാട് മണ്ഡലത്തിൽ വോട്ടർമാരോട് നന്ദി പറയാനെത്തിയ രാഹുൽ ഗാന്ധി താൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണെന്നും വയനാട് തിരഞ്ഞെടുക്കണോ റായ്ബറേലി തിരഞ്ഞെടുക്കണമെന്നും രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറഞ്ഞു. എന്റെ ദൈവം രാജ്യത്തെ പാവങ്ങളായ ജനങ്ങളാണ്. എന്റെ ദൈവം വയനാട്ടിലെ ജനങ്ങളാണ്. ഏത് മണ്ഡലം ഒഴിയണമെന്ന് നിങ്ങൾ പറയൂ. ഏത് മണ്ഡലം ഒഴിഞ്ഞാലും സ്വീകരിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ രാഹുൽ വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയുകയും ചെയ്തു.